അങ്ങനെ നമ്മളെ കണ്ണൂർ സൈറ്റിലെ പ്ലംബിംഗ് വർക്കിന്റെ ഗ്രൗണ്ട് വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വീടിന് ഇത്രയും പ്രത്യേകത, എന്താണ് ഈ വീട്ടിന്റെ ഇത്രയും കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്, എന്തെങ്കിലും വലിയ പ്രത്യേകത ഉണ്ടോ എന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ടാവും. എന്തായാലും നമുക്ക് വെറൈറ്റി എന്ന് തോന്നുന്ന ഒരു വീടായി. നമ്മൾ ഒരുപാട് വീടിന്റെ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്കൊരു വ്യത്യസ്തമാകുന്ന രീതിയിലൊരു ഡിസൈനും കാര്യങ്ങളുമാണ് ഈ വീടിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീടിനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു കാരണം. ഓരോ വർക്കും നമുക്ക് അത്രയും കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ ഓരോ ആൾക്കാരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഇവിടെ ചെയ്യുന്നത് എല്ലാം ഓരോ സ്റ്റെപ്പ് വൈസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ മഴയ്ക്ക് മുന്നേ ഗ്രൗണ്ട് വർക്ക് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയിട്ട് നമ്മളിപ്പം കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റിക് ടാങ്കുകൾ നമുക്ക് PVC നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ PVC ടാങ്ക് എന്തിനാണ് വെക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതെങ്ങനെ, അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്, ഡെപ്ത് എടുക്കേണ്ട രീതി എങ്ങനെയാണ്, എത്രത്തോളം നീളം എടുക്കണം, എത്രത്തോളം വീതി എടുക്കണം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം കയറുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മൾ സെപ്റ്റിക് ടാങ്ക് വെക്കുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ നമ്മൾ നല്ല വൈബിന് വേണ്ടി നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ വീടെടുക്കും. ഒരു വെറൈറ്റി സ്ഥലമാണ്. ചില ആൾക്കാർ ഇഷ്ടം അങ്ങനെ ആയിരിക്കും. നമ്മൾ വയൽക്കരയിൽ വീടെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പുഴക്കരയിൽ വീടെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും. അതെല്ലാം ഓരോരുത്തരും വ്യത്യസ്തമായ ചിന്താഗതിയാണ്. അപ്പോൾ അതിനുള്ളതെല്ലാം നമ്മളെല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യും. പക്ഷേ എങ്കിൽ നമുക്ക് ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിച്ച് പോകുന്നൊരു കാര്യമാണ്. നമ്മൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മളെ സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ നിറയുള്ളത് നമ്മൾ ആലോചിക്കാതെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ ഈ കാണുന്ന വീടിന് ഇന്റർലോക്ക് വരുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് മുഴുവനായിട്ട് ഗ്രാസ് വരുന്നത്. അപ്പം ഇത് മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യണം. ഇത് നമ്മൾ ഇപ്പം ചെയ്തതിൻ്റെ നീളം എത്രയാണോ വീതി എത്രയാണോ എന്നുള്ളത് നമ്മൾ നാളെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. നമ്മൾ വാങ്ങിയ ടാങ്ക് ഏതാണെന്ന് നമ്മൾ അന്നേരത്ത് പറയും. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്ലംബിങ്ങുകളാണ് ഇതിവിടെ ഇപ്പം നിലവിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ പ്ലംബിങ്ങിൻ്റെ നമ്മൾ കുഴി എടുക്കുന്നത് സാധാരണ നമുക്ക് വേണ്ടുന്ന ആൾക്കാർ നമ്മളെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ ഈ ക്ലയൻറ്റിൻ്റെ കയ്യിൽ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ തന്നെ ഇതിന് വേണ്ടിയുള്ള സെറ്റപ്പുകൾ ഇപ്പം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുഴി എടുക്കൽ കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ലെവലിങ് ചെയ്യാനുണ്ട് എന്തായാലും. അപ്പോൾ ലെവലിങ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി തുടങ്ങാം. പിടിച്ചോയാ അസാധ്യമല്ലേ? നമ്മൾ ആ കാണുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടം വരെയാണ് നമുക്ക് മാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 സെപ്റ്റിക് ടാങ്ക് വരുന്നുണ്ട്. അപ്പോൾ 2 സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയിട്ടും നമ്മൾ കുഴി വേറെ തന്നെ എടുക്കണം. നമുക്ക് ഇത്രയും വരെ നമുക്ക് അവിടുന്ന് വരുന്ന കുഴി ഉണ്ടല്ലോ, അവിടുന്ന് വരുന്ന കുഴി നമുക്ക് ഇവിടം വരെ നമുക്ക് കിട്ടണം. ഇവിടം വരെ കിട്ടണം. ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കിച്ചൺ വേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു കുഴി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് വരാനൊരു കുഴി, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ കുളിക്കുന്ന വെള്ളം വരാനുള്ളൊരു കുഴി. ഇത് 3 കുഴിയായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറേയേറെ നമുക്കൊരു ആശ്വാസം എന്നുള്ളത്, നമുക്ക് സ്മെല്ലിൻ്റെ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മുടെ കിച്ചണിൽ വരുന്ന വെള്ളത്തിന് കുറച്ച് സ്മെല്ല് കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ വേറെ തന്നെ ഒരു കുഴിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ വരുന്ന സോപ്പ് കലങ്ങിയ വെള്ളം വന്നിട്ട് ഇതിൽ കൊളാബായി പോകണ്ടെന്ന് കരുതി നമ്മൾ അതിന് വേറെ കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴിക്ക് ഇവിടെ ഒരു ക്ഷാമമൊന്നുമില്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ 2 സെപ്റ്റിക് ടാങ്കുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. 25 ഫ്ലഷിൻ്റെ 2 സെപ്റ്റിക് ടാങ്കുകൾ, അതായത് 2 ഭാഗത്തായിട്ട് ഇവിടെ ബാത്റൂമുകളുള്ളത്. അപ്പോൾ ബാത്റൂമിൻ്റെ പൈപ്പ് ലൈൻ നമുക്ക് ഈ കാണുന്ന ഫ്രണ്ടേജിലൂടെ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 2 ഭാഗത്തായിട്ട് ഒന്ന് പോർച്ചിലും ഒന്ന് ഈ കാണുന്ന ഇവിടെയും നമ്മൾ 2 സെപ്റ്റിക് ടാങ്കുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരുപാട് ലോഡുകൾ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കുറച്ച് ഫ്രീ ആണ്. കാരണം രണ്ടിനകത്തായാലും നമുക്ക് സ്ലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിറ്റുകൾ നമ്മൾ കുറച്ച് ആഴത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈന് ഒരുപാട് ചുറ്റി വരേണ്ട പൈപ്പ് വാങ്ങുന്ന പൈസ മതി നമുക്ക് ഈ കാണുന്ന 2 സെപ്റ്റിക് ടാങ്കുകൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമ്മളിപ്പോൾ 2 അടുത്തടുത്ത ഏരിയയിൽ നമ്മൾ ഇതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും റെഡി ആയി കൊടുക്കുന്നുണ്ട്. അപ്പം കൂടുതൽ നമുക്ക് മത്സരിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഒന്നാമത് വെള്ളം കയറുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു പരിമിതിയുണ്ട്, ലിമിറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ അനുസരിച്ച് മാത്രമേ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ആദ്യം മുതലുള്ള വർക്കുകളെ നമ്മൾ ക്ലയൻറ്റുമായി ഇരുന്ന് സംസാരിച്ച് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെ ഉണ്ടാവും, ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഈ പറഞ്ഞ പ്ലംബിംഗ് ആയാലും വയറിംഗ് ആയാലും നമ്മൾ ചെയ്യുന്നത്. വീടിൻ്റെ ഏകദേശം ഒരു രൂപമാണിത് കേട്ടോ. നമുക്ക് ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ വീടാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് നമുക്ക് വുഡില്ല. വുഡില്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്നത് മുഴുവൻ ഗ്ലാസ് പാർട്ടീഷനും ഗ്ലാസ്സുകളൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ എന്തായാലും ഫിനിഷിംഗ് ലെവലിലെ വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആർക്കിടെക്റ്റ് ആയാലും നമ്മൾ ഇതിൻ്റെ മറ്റ് രീതിയിലുള്ള വർക്കേഴ്സ് ആയാലും വളരെ അടിപൊളി സെറ്റപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെടിച്ചില് സാധനങ്ങളല്ലാതെ എന്തായാലും നമ്മൾ ഡയറക്റ്റ് എല്ലാവരും പരിചയപ്പെടുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ചില ആർക്കിടെക്റ്റ് ഒന്നും നമ്മളോടൊന്നും അഭിപ്രായം വരെ ചോദിക്കില്ല. അവരെ വഴി അവരെ കാര്യങ്ങൾ ശരിയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ
ഇവിടെ ചെയ്യുന്നവർ അങ്ങനെയല്ല. ഇവർക്ക് കൃത്യമായി നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി അങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചോദിച്ചിട്ടാട്ടോ ഇവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു ആശ്വാസം തന്നെയാണ്. കാരണം നമ്മളോടും കൂടി ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അവർക്ക് പ്രാക്ടിക്കലി നമുക്ക് അവർ വരച്ചുണ്ടാക്കുന്ന പോലെയല്ല നമുക്ക് ചെയ്യുന്നത്. അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചില ആൾക്കാരൊന്നും അത് അറിയില്ല. അവർ വരച്ച പോലെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള പിടിവാശിയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇവരെല്ലാം കാര്യങ്ങൾ കണ്ണിങ്ങായിട്ട് കാര്യങ്ങളും ചെയ്ത് നമ്മളെ പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ അവർ കാര്യങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്താനോ അവർ ചേഞ്ചുകൾ വരുത്തിയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അവരുടെ പ്രത്യേകത പറയാനുള്ളത്, ഇതിൻ്റെ സീലിംഗ് ഒന്നും പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നുള്ളതാ. ഇത് ഡയറക്റ്റായി ഇവർ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ ഒരു ചെറിയൊരു പോളിഷ് ചെയ്തിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ വിടലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാർന്ന ഒരു വീടാണ് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്.